ഗൈസ് vnshinemedia പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അറിവാണ് പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാവർക്കും ശരിക്കും ഇതിൻ്റെ പുറകിലൊരു രസകരമായൊരു കഥയുണ്ട്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതൊരു 1890 ഒരു മഞ്ഞുകാലമായിരുന്നു. ഡോക്ടർ വില്യം ഹെൽസ്റ്റഡ് എന്നൊരു ചീഫ് സർജൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സഹായിയായിട്ട് ഒരു നേഴ്സും ഉണ്ടായിരുന്നു. ആ നേഴ്സിൻ്റെ പേര് കരോളിൻ ഹാംപ്ടൺ എന്നായിരുന്നു. ഒരു ദിവസം സർജറിക്കായിട്ട് ഈ ഡോക്ടേഴ്സൊക്കെ സർജറി ചെയ്യുന്നതിന് മുന്നേ കൈയൊന്ന് നമ്മളിപ്പോൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ കൈയൊക്കെ ജേം ഫ്രീ ആക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ അണുനശീകരണം നടത്തുന്നുണ്ട് നമ്മൾ സാനിറ്റൈസറൊക്കെ വെച്ച്. അതേപോലെ തന്നെ അല്ലെങ്കിൽ സർജന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന നേഴ്സുമാരും സർജറിക്ക് മുന്നേയായിട്ട് കൈ സാനിറ്റൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ സാനിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല അണുനാശിനികളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സാനിറ്റൈസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഹാർഡായിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ചില സാനിറ്റൈസറൊന്നും ചിലരുടെ സ്കിന്നിന് പറ്റൂല. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ഈ സാനിറ്റൈസറിൻ്റെ അതിപ്രസരം, അതിന് പറയുക, ഹാർഡായിട്ടുള്ള സാനിറ്റൈസേഴ്സ് ആയിരുന്നു. അതിന് പവർ കൂടുതലായിരുന്നു. കാരണം ഒരു മനുഷ്യ ശരീരത്തിന് കീറി മുറിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ കയ്യിലെ ഏതെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ആ ശരീരത്തിൽ പെട്ട് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനൊക്കെ സാധ്യതയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അണുവിമുക്തമാക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അണുവിമുക്തമാക്കുന്ന നേരത്ത് ഹാൻഡ് സാനിറ്റൈസ് ചെയ്ത് വരാൻ പറഞ്ഞു. ഒരു സർജറി വന്നപ്പോൾ ഈ ഡോക്ടർ നമ്മുടെ വില്യം നഴ്സിനോട് പറഞ്ഞു, സാനിറ്റൈസ് ചെയ്ത് വരൂ, നമുക്ക് ഉടനടി ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയായിരുന്നു സാനിറ്റൈസിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാവും ഭൂരിഭാഗം ഹോസ്പിറ്റലിലും. അപ്പോൾ അവർ കൈ സാനിറ്റൈസ് ചെയ്യുന്ന ടൈമിൽ ഡോക്ടറുടെ ശ്രദ്ധയിൽ അവരുടെ കൈ വിട്ടു. വ്രണങ്ങളും പല ഷെയ്ഡ്സും ഒക്കെ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് ഇത് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കരോളിൻ എന്ന ആ നേഴ്സ് പറഞ്ഞു, നമ്മുടെ കടമയല്ലേ സഹായിക്കുക എന്നുള്ളത്, എൻ്റെ ജോലിയായിപ്പോയില്ലേ, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തൽക്കാലം ഈ ഓപ്പറേഷൻ താങ്കൾ പങ്കെടുക്കേണ്ട, ബാക്കിയുള്ളവരുണ്ടല്ലോ അവർ സഹായിച്ചോളും എന്ന് പറഞ്ഞിട്ട് അവരെ ആ ഓപ്പറേഷനിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പകരം ഡോക്ടർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് ആണ് എല്ലാവരും വാഴ്ത്തുന്നത് ഇപ്പോഴും. അത് അറിയാവുന്ന ആൾക്കാർ കേട്ടോ. കാരണം ആ ഡോക്ടർ നേരെ പോയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ഇപ്പോൾ കരോളിൻ എന്ന ആ നേഴ്സ് പറഞ്ഞു, നമ്മുടെ കടമയല്ലേ സഹായിക്കുക എന്നുള്ളത്, എൻ്റെ ജോലിയായിപ്പോയില്ലേ, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തൽക്കാലം ഈ ഓപ്പറേഷൻ താങ്കൾ പങ്കെടുക്കേണ്ട, ബാക്കിയുള്ളവരുണ്ടല്ലോ അവർ സഹായിച്ചോളും എന്ന് പറഞ്ഞിട്ട് അവരെ ആ ഓപ്പറേഷനിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പകരം ഡോക്ടർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് ആണ് എല്ലാവരും വാഴ്ത്തുന്നത് ഇപ്പോഴും. അത് അറിയാവുന്ന ആൾക്കാർ കേട്ടോ. അദ്ദേഹം ആ രാത്രി ഫുൾ ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാതെ, അതായത് ആ കെമിക്കൽസ് തന്നെ യൂസ് ചെയ്തിട്ട് വേണം കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ സാധാ വാഷിംഗ് കൊണ്ട് അത് ശരിയല്ല. കാരണം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികൾ കീപ്പ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ച് നിന്നിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നുന്നത്, റബ്ബർ ഗ്ലൗസ് ഉണ്ടാക്കിയാൽ എങ്ങനെയാന്ന്. വിൻ്ററിനൊക്കെ അവർ തുണീൻ്റെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ റബ്ബർ ഗ്ലൗസ് ആയാൽ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നേരെ പോയത് ഗുഡിയർ റബ്ബർ കമ്പനി എന്നൊരു കമ്പനിയിലേക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൊരാൾക്ക് ഗ്ലൗ വേണം, അത് നൈസ് റബ്ബർ ആയിരിക്കണം, അധികം കട്ടുണ്ടാവരുത്. അപ്പോൾ അങ്ങനത്തെ റബ്ബർ ഗ്ലൗ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ സമ്മതിച്ചു. ഏകദേശം കൈൻ്റെ അളവൊക്കെ എടുത്തു, റബ്ബർ ഗ്ലൗ ഉണ്ടാക്കി. കൈൻ്റെ അളവ് പറഞ്ഞാൽ ഒരു ഏകദേശ രൂപത്തിലാണ് ഉണ്ടാക്കി. കാരണം നേഴ്സിൻ്റെ അടുത്തൊന്നും പറയാതെ ഡോക്ടർ ഒപ്പിച്ചൊരു പണിയാണ്. അങ്ങനെ റബ്ബർ ഗ്ലൗ ഉണ്ടാക്കി അദ്ദേഹം ആ നേഴ്സിന് കൊടുത്തു. നോക്കിയപ്പം സംഭവം സക്സസ്സായി. ഗ്ലൗ കറക്റ്റ് ഫിറ്റായി നിൽക്കുന്നുണ്ട്, പണി ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുമില്ല, കയ്യിലാവുന്നുമില്ല. റബ്ബർ ഗ്ലൗവിൻ്റെ മുകളിൽ ഈ സാനിറ്റൈസർ ആക്കിയാലും കൈക്ക് ഒരു പ്രശ്നം വരുന്നുമില്ല. അപ്പോൾ ഇവർക്കൊക്കെ അത് നല്ല സന്തോഷമായി. അങ്ങനെ ആ ഡോക്ടർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ ഡോക്ടർക്കും ആ എൻ്റയർ ടീമിനും ഗ്ലൗ ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു ബൾക്ക് ഓർഡർ വന്നു. ഈ ഓർഡറൊക്കെ വരുന്നത് കണ്ടിട്ട് പല കമ്പനീസും പിന്നെ പൊന്താൻ തുടങ്ങി. ഗ്ലൗ കമ്പനീസായിട്ട് റബ്ബർ കമ്പനീസ് ആദ്യം ടയറിനും കാര്യങ്ങൾക്കും മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന, റബ്ബർ ഷീറ്റിനും മാത്രമായിട്ട് യൂസ് ചെയ്തിരുന്ന കമ്പനികൾ പിന്നെ ഗ്ലൗസ് ഉണ്ടാക്കാൻ തുടങ്ങി.
അങ്ങനെ 100 കണക്കിന് ഗ്ലൗ കമ്പനികൾ ഓരോ രാജ്യത്തും. പിന്നെ വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്യം ഹാൽസ്റ്റഡ് കരോളിന് 3-ാമത്തെ മാസം ഇവരുടെ വിവാഹം നടന്നു. നമ്മളൊക്കെ സിനിമകളിലും അല്ലെങ്കിൽ പലയിടത്തും കാണാം ഈ പൂ കൊടുക്കുന്ന പരിപാടി. അതിന് വരെ നമ്മളുടെ വില്യം കൊടുത്തിരിക്കുന്ന ഈ ഗ്ലൗസാണ്. അങ്ങനെ ആ ഗ്ലൗ കൊടുത്ത് 3-ാമത്തെ മാസം അവരുടെ കല്യാണം കഴിഞ്ഞു. കാരണം ഒബ്വിയസ്ലി അവർക്ക് തോന്നിയിട്ടുണ്ടാവും, ഇത്രയും നല്ലൊരു കെയറിങ്ങുള്ള ആളാണല്ലോ എന്നൊക്കെ തോന്നിയിട്ട് ഒരു പ്രണയം മുട്ടിട്ടതാവാം. എന്തായാലും ഇതാണ് ഈ രസകരമായ കഥ. അങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങളിലും പുറകിൽ വ്യത്യസ്തമായുള്ള രസകരമായുള്ള കഥകളുണ്ട്. അത് ഇനിയും നിങ്ങൾക്ക് തുടർന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഏതിനെ കുറിച്ചിട്ട് അറിയേണ്ടതെന്നുള്ളത്. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉറപ്പായി എത്തിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഐ ആം വിപിനാഥ് സൈനിങ് ഓഫ്.